ഞങ്ങളൊരു ഷോർട്ട് വെക്കേഷനിലാണ്. Hi, Giacomo. Who are you? Go away from my house. ഇപ്രാവശ്യം നമ്മുടെ വെക്കേഷൻ മാൾട്ടയിലും ഗോസോയിലും ആയിരുന്നു. ഇത് രണ്ട് ഐലൻഡാണ്. ഇത് ഗോസോ ഐലൻഡിൽ നമ്മൾ റൂം എടുത്തതാണ്. അവിടെ പുറത്തൊരു ലോക്കറുണ്ട്. ആ നമ്പർ ലോക്കിനകത്ത് കീ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെക്കിനൊക്കെ ഈസി ആയിരുന്നു. നമ്മൾ ഓണറിനെ കണ്ടൊന്നുമില്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു വലിയ ബിൽഡിങ്ങിനകത്ത് കുറേ കുഞ്ഞു കുഞ്ഞു അപ്പാർട്ട്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഈ കാണുന്ന ഫസ്റ്റ് ഉള്ളതാണ് നമ്മുടേത്. ആ രണ്ടാമത്തെ വേറെ ആൾക്കാർ, അതുപോലെ മുകളിൽ വേറെ ആൾക്കാരുണ്ട്. പിന്നെ കോമൺ ആയിട്ടുള്ള കുറേ കൗച്ചും വാഷിംഗ് മെഷീനൊക്കെ ഉണ്ട്. ഇത് ആ ലെഫ്റ്റ് കാണുന്ന ഡോറാണ് നമ്മുടെ വീട്. ഈ വീട്ടിലാണ്. എന്ന് വെച്ചാൽ കുഞ്ഞു വീടാണ്, ഒരുമാതിരി കേവ് പോലത്തെയാണ്. ഈ ലെഫ്റ്റിൽ കയറിയ ഉടൻ ടോയ്ലറ്റ്. Okay, it's a very tiny washroom. Hi. What are you doing, Jack? Okay, now you can close the door. Ciao. Ciao. അപ്പോൾ വീണ്ടും നമുക്ക് ബാത്റൂം കാണാം. ഒരു കണ്ണാടി ഉള്ളത് കൊണ്ട് കുറച്ച് സ്പേസ് ഉള്ള പോലെ തോന്നുന്നുണ്ട്. ബട്ട് ഇറ്റ് ഈസ് വളരെ ചെറിയ സ്പേസാണ്. അത്ര സ്ഥലമേ ഉള്ളൂ കുളിക്കാൻ. ഷവർ അതാണ്. ഷവർ കർട്ടൻ ഉണ്ട്. ഒരാൾക്ക് കഷ്ടിച്ച് നിന്ന് കുളിക്കാൻ പറ്റും. ഡോറ് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പിന്നെ റൈറ്റ് സൈഡിൽ കിച്ചൺ. നേരത്തെ ജാക്കമ്മ നിന്ന സ്ഥലത്ത് ഡോറിൽ നിന്ന് കയറി ഉടൻ കിച്ചൺ. അത് കുഞ്ഞ് ഫ്രിഡ്ജ്, പിന്നെ ഒരു ഇലക്ട്രിക് അവൻ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ആവശ്യത്തിന് കപ്പും സോസറും പിന്നെ കുഞ്ഞി ബൗളും കുക്ക് ചെയ്യാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ ബ്രെഡ് ടോസ്റ്റിങ്ങിനുള്ള സൗകര്യവും വെള്ളം ബോയിൽ ചെയ്യാനുള്ള കെറ്റിലൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുന്ന് ഒരു സ്റ്റെപ്പ് ഡൗൺ ആണ് ബെഡ്റൂം. അത് ഈ ടൈല് സെയിം പാറ്റേൺ ആയതുകൊണ്ട് ഞാൻ 2-3 തവണ ഇവിടെ മറിഞ്ഞു വീഴാൻ പോയി. പക്ഷേ ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ ഇതാണ് ബെഡ്റൂം. ഇത് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഇത് പണ്ടത്തെ ബിൽഡിംഗ് ആണ്. അതുപോലെ അവർ കുറച്ചൊന്ന് മോഡേണൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. എന്നാലും വളരെ പണ്ടത്തെ ഗുഹ പോലത്തെ വീടാണ്. ഭിത്തി മൊത്തം കല്ലാണ്. അപ്പോൾ ആ കല്ലിൻ്റെ വലിപ്പം കാണുമ്പോൾ അറിയാൻ പറ്റും. അതുപോലെ കല്ലിൻ്റെ പാറ്റേൺ. ഈ വിൻഡോ നല്ല എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ വയ്ക്കുമ്പോൾ കുറച്ച് വിൻഡ് കയറുന്ന രീതിയിൽ 3-4 രീതിയിൽ ആ വിൻഡോ തുറക്കാൻ പറ്റും. ഇത് തുണി ഉണക്കാനിടാനുള്ള സെറ്റപ്പ്, അതും എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഈ വിൻഡോ 3 രീതിയിൽ തുറക്കാൻ പറ്റും. ഒരു രീതിയാണ് ഇപ്പോൾ തുറന്ന് വെച്ചിരിക്കുന്നത്. ഫുള്ളായിട്ട് തുറക്കാൻ പറ്റും. പിന്നെ ഒള്ളി വാതിൽ മാത്രം തുറന്നിട്ട് ഗ്ലാസ് വെച്ച് അടയ്ക്കുന്ന സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഡബിൾ ടൈപ്പ് കർട്ടൻ ഉണ്ട്. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ടെക്നോളജിയാണ് ഈ വിൻഡോ. അതാണ് ഗ്ലാസ് കാണുന്ന രീതി തുറക്കുന്നത്. അങ്ങനെയാണ്. അതാകുമ്പം പുറത്ത് കിടക്കുന്ന കാര്യങ്ങൾ കാണാൻ പറ്റും. നമ്മളിവിടെ നിൽക്കുമ്പോൾ മഴ പെയ്തിരുന്നു. അപ്പോൾ നല്ല സുഖമായിരുന്നു, നല്ല തണുപ്പായിരുന്നു. പിന്നെ ഒരു കുഞ്ഞ് കബോർഡുണ്ട്. അതെന്തോ ഞാൻ സ്റ്റക്കാക്കി അന്നേരം വീഡിയോ എടുക്കുമ്പോൾ. Okay. This is not at all easy. This is it. Bye. Giacomo is already in the bed. And there is a little space. So it's like a little House. Did I speak in English, Cha? Yes. Kundam. ആക്ച്വലി ഞാൻ ഈ വീഡിയോ ഒറിജിനൽ എടുക്കുമ്പോൾ ഫുള്ള് ഇംഗ്ലീഷിലാണ് പറഞ്ഞത്. അത് ഞാൻ റിയലൈസ് ചെയ്ത അന്നേരമാണ്. അതാണ് പെട്ടെന്നുള്ള റിയാക്ഷനായിരുന്നു ആ കണ്ടത്. ആദ്യം ഈ ഐലൻഡിൽ എത്തിയത് എങ്ങനെയെന്ന് പറയാം. നമ്മൾ ആദ്യം മാൾട്ടയിൽ ഒരു സ്കൂട്ടർ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഓടിച്ച് ഫെറി വരെ എത്തി. ആ ഫെറി വരെ വണ്ടി ഓടിച്ചെത്തിയിട്ട് അവിടെ നിന്ന് നമ്മൾ ഫെറി എടുത്ത് സ്കൂട്ടർ കൊണ്ടാണ് നമ്മൾ ഗോസോ ഐലൻഡിൽ എത്തിയത്.
നല്ല സുഖമുള്ള ഡ്രൈവിംഗ് ആയിരുന്നു. ഒത്തിരി നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ഡ്രൈവ് ചെയ്യുന്നത്. ഇറ്റലിയിൽ എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ ഇറ്റലിയിൽ ഡ്രൈവ് ചെയ്തിട്ടേ ഇല്ല. അവിടെ റൈറ്റ് ഹാൻഡ് ഡ്രൈവിംഗ് ആണ്. അതുപോലെ കുറച്ച് റഷുള്ള റോഡുകളും അതുപോലെ ഒത്തിരി ട്രാഫിക്കൊക്കെ ആകുമ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. മാൾട്ടയിൽ ഇങ്ങനെ സിറ്റി വിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്താണ് പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയ വിട്ട് കഴിഞ്ഞാൽ പിന്നെ വണ്ടികളൊന്നും ഇല്ലാത്ത കാരണം എനിക്ക് ഡ്രൈവ് ചെയ്യാനൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു സൈഡിൽ കൂടെ, ബീച്ചിൻ്റെ സൈഡിൽ കൂടെ വണ്ടി ഓടിക്കാൻ. പാറകളും ബീച്ചും മാത്രമേ ഉള്ളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വണ്ടികളൊക്കെ പോകുന്നുണ്ട്, പക്ഷെ വലിയ ശല്യമില്ലാത്ത രീതിയിലുള്ള. I made a video. Where are we going, Blue? Gozo. Where is Gozo? There. That island. But in the video I'm not there then. ഇപ്പം ഇറ്റലിയിൽ ഇത്രയും സുഖമായിട്ട് ഓടിക്കാൻ പറ്റത്തില്ല. ഹൈവേയിലൊന്നും സ്കൂട്ടർ ഓടിക്കാനുള്ള നിയമമില്ല. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് സ്കൂട്ടറിന് വേണ്ടി പ്രത്യേകിച്ച് റോഡൊന്നുമില്ല. കാർ ഓടുന്ന വണ്ടി സ്ഥലത്ത് തന്നെ സ്കൂട്ടർ ഓടിക്കാം. സോ ഒരു കുഴപ്പമില്ലാത്ത ഒരു എന്താണ്, കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ ഞാൻ ഒത്തിരി ഇന്ത്യയിൽ പല സ്റ്റേറ്റുകളിൽ ഞാൻ സ്കൂട്ടർ ഓടിച്ച് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം യൂറോപ്പിൽ വന്നേ പിന്നെ അങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസ് എനിക്ക് തീരെ ഉണ്ടായില്ല. എനിക്ക് പിന്നെ ഉണ്ടാവുന്നത് ഇവിടെയാണ്. സോ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. Duck curry today? Duck fry? No. That's an aeroplane, Joe. His leg is not good.
ജാക്കുമോയ്ക്ക് നല്ല ചുമയുണ്ട്, അതുപോലെ മരുന്നെടുക്കുന്നുണ്ട്, എന്നാലും ചുമച്ചുകൊണ്ടിരിക്കുക ഫുൾ ടൈം. Andiamo, jump Blue, no, 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 don't jump for your knee. ഗൂഗിൾ മാപ്പ് പതിവ് പോലെ പണി തന്നു. That is the protector of the landscape. The god or the god? നമ്മളൊരു ബീച്ച് അന്വേഷിച്ച് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഉൾ റോഡുകളിലൂടെയും റോഡില്ലാത്ത എന്താണ് മണ്ണ് റോഡിലൂടെയൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് പോവുകയാണ്. നമ്മളെവിടെയോ മിസ്സായി, കാരണം ഗൂഗിൾ മാപ്പ് ചതിച്ചു. വീണ്ടും നമ്മൾ ഹൈവേയിലെത്തി, രക്ഷപ്പെട്ടു. ഫൈനലി നമ്മൾ പ്ലാൻ ചെയ്ത ബീച്ചിലെത്തി. സൺസെറ്റിന് മുന്നേ എത്താൻ പറ്റി. Oh, 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 oh! Ma vaffanculo. ഈ ചെടി ഒരു കാക്ടസ് വർഗത്തിലുള്ള ചെടിയാണ്. ഇതിൻ്റെ ഇല ഞെരടുമ്പോൾ നമ്മുടെ പച്ചമാങ്ങയുടെ ഫലമായിരുന്നു. Let's see that. Let's see that. Finally. It's new. Because you. Che fai, Blu? Dormendo. Dormendo? Insalata, l'acqua per la pasta, la valeriana, le bruschette sui pronti perché siamo piccoli. Forte bruschetta. Forte bruschetta. Ok. Aspetta. Cazzo, cazzo. Tutto blu, tutto blu. Hai mangiato mangia tutto, merda, merda. Grande curiante,
Tanti auguri. Happy birthday to you. Happy birthday to you. Because every language I cannot. Tanti auguri. Giacomo. Tanti auguri. Tre. No, dai, fire again. That's the idea. Wow.